ഹലോ ഗായ്സ്, മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു ഔട്ടിങ്ങിന് പോവുകയാണ് ഗായ്സ്. ഇന്ന് നമ്മള് നേരെ ലുലു മോളിൽ പോവാന്ന് കരുതി. അപ്പൊ അവിടെ ചെന്ന് പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഒന്ന് അടിച്ചൊക്കെ പൊളിച്ച് വല്ലതൊക്കെ കഴിച്ച് ഒന്ന് ചിറകിലൊക്കെ പോണം എന്ന് കരുതുന്നു ഗായ്സ്. അപ്പോ ഇന്ന് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ്. എന്റെ പൊന്നു ഗായ്സ്, ചെവി കേൾക്കാൻ പറ്റാത്ത രീതിയിൽ രണ്ടെണ്ണം കൂടെ കാറിക്കിടന്ന് ഒടുക്കത്തെ വിളിയായിരുന്നു. നമ്മളെ ഈഞ്ചക്കല് പാലം നല്ല പുരോഗമിക്കുന്നുണ്ട്. അതിന്റെ പണികളൊക്കെ ഏകദേശമൊക്കെ ഒതുങ്ങി തുടങ്ങി ഗായ്സ്. ഇത് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പാടില്ലായിരുന്നു. പക്ഷെ ഇവരെ കൺസ്ട്രക്ഷൻ എന്തായാലും കൊള്ളാം. അവർ നല്ല ചടപടാ പണികളൊക്കെ തീർക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ കുറച്ച് ബ്ലോക്ക് ഒക്കെ നമുക്ക് ദൂരം അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ഗായ്സ്. ഇങ്ങനത്തെ പണികളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ പെട്ടെന്ന് തീരുമെന്ന് വിശ്വസിക്കുന്നു. ഉള്ളതുകൊണ്ട് നമ്മളെ കാര്യമൊക്കെ എളുപ്പമായിട്ട് നടക്കും ഗായ്സ്. അങ്ങനെ പാർക്കിങ്, ഇനി സ്പേസ് ഒന്ന് കണ്ടെത്തണം എവിടെയാണ്. പാർക്കിംഗ് ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ, നമ്മുടെ പാർക്കിംഗ് ഏരിയ ഒക്കെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നേരെ ലുലു മോൾ ഫുൾ അകത്തോട്ടൊന്ന് കയറണം. അകത്തോട്ട് കയറി അവിടുത്തെ കുറെ ഗെയിമൊക്കെ കളിച്ച് ചില്ലൊക്കെ അടിച്ച് ഫുഡൊക്കെ അടിച്ച് നമുക്ക് അവിടുത്തെ വൈബൊക്കെ എന്താണെന്ന് നോക്കാം. പൊളിച്ചെടുക്കണ നമ്മള് ഇനിയിപ്പോ നേരെ മുകളിൽ പോവേണ. ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റി. എനിക്കാണെങ്കിൽ ഭയങ്കര നോയ്സ്, ഒടുക്കത്തെ നോയ്സ്. എന്തിനേയും മുന്തിരിച്ചു. എവിടെ കളിക്കാൻ പോണു? എവിടെ കളിക്കാൻ പോണു? എവിടെ കളിക്കാൻ പോണു? ആദ്യമേ നമ്മൾ ഫുഡ് അടിക്കാൻ കയറിയ പിന്നെ ഗെയിം കളി പകുതി വഴിയില്ലാവും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഗെയിമൊക്കെ കളിച്ച് ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഫുഡ് അടിക്കാന്ന് കരുതി ഗൈസ്. അപ്പം നേരെ നമ്മൾ ഗെയിമുള്ള ആ സെക്ഷനിലേക്ക് പോവുകയാണ്. നമ്മളതിൽ ഓൾറെഡി ചാർജ് ചെയ്ത കാർഡുണ്ട്. അപ്പോൾ ബാക്കി എമൗണ്ട് അതിൽ കാണാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിന്ന് എന്തായാലും അവിടെ ഒന്ന് അടിച്ച് പൊളിക്കാന്ന് കരുതി. ലിച്ചുകുട്ടിയെ കുറച്ച് കളിക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് കരുതി. ഇവിടെ ഡെസ്റ്റിനേഷൻ, ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്തി. അപ്പോൾ ലിച്ചുകുട്ടിയെ കളിപ്പിക്കാനായിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ പ്ലേസയിൽ വന്ന് പൺറ്റ്യൂറയിൽ വന്നിട്ടുണ്ട്. ഈ സംഭവത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാഴ്ച, ഇതൊന്നും എടുക്കണമെന്ന് കേട്ടോ. എടുത്തിട്ട് തേഞ്ഞു പോയി. കാരണം ഇത് നമ്മൾ വിചാരിക്കും കറക്റ്റായിട്ട് കിട്ടുമെന്ന് കേട്ടോ. പക്ഷെ അതിൻ്റെ ആ മെറ്റീരിയൽ കൊണ്ടുവന്നൊരു ബൊമ്മയിൽ അടിക്കുമ്പോഴേ അത് വരില്ല. നമ്മളെ പൈസ കൊണ്ട് മാത്രം മിച്ചമാണ് കേട്ടോ കാഴ്ച. അതുകൊണ്ട് ഇത് നമ്മളെന്തായാലും ഒന്ന് ഉപേക്ഷിക്കുകയാണ്. ഇത് പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. കിട്ടിയാ ലിച്ചുണ്ടല്ലോ. അയ്യേ, തേഞ്ഞു പോയി. ആദ്യത്തെ സംരംഭം തേഞ്ഞു പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലേ ഇത് ഉടായിപ്പാണ്, കിട്ടൂല. എന്തായാലും അത് വിജയകരമായി തോറ്റുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോവുകയാണ്. ഓ, ഇങ്ങനെ പൊളിച്ചു 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 ഫുള്ള് സ്ട്രൈക്ക്. അയ്യോ, അത് കിട്ടില്ല. ഉച്ചക്കുട്ടിക്ക് ഇതിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. അതിൽ കയറാം എന്നാ. അവള് കയറണമെന്ന് മാത്രം പറയേ ഉള്ളൂ കേട്ടോ. അമ്പോ, അവന്റെ റിയാക്ഷൻ നോക്കിയാണ് കാറ് കണ്ടപ്പോ. ചിരിയോ കെട്ടും. അവക്ക് നേരെ എയറോപ്ലെയിൻ. അയ്യോ, വളരെ സന്തോഷം നോക്കിയാണ്. അവസാനം അവൾ അതിലും ഇരുന്ന്, അവൻ എന്താ ഇതിലും ഇരുന്നു കേട്ടോ. അവന് വണ്ടി കിട്ടിയ പിന്നെ വേറൊന്നും വേണ്ടല്ലേ ഏട്ടാ. അവന് വണ്ടി കിട്ടിയ പിന്നെ ഇത് മതി. എന്റെ പൊന്നോ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുമ്പട. അയ്യോ അയ്യോ, അവരടിച്ചു പൊളിക്കുകയാണ് കേട്ടാ. വണ്ടി എന്റെ പോലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ നോക്കി പഠിച്ചേക്കാണ് കേട്ടോ. ഗിയർ മാറ.
ആ കറക്കൊക്കെയാണ്. അയ്യോടാ. ഈ ചുറ്റുകുട്ടി നമ്മളെ കാറി കയറ്റി കേട്ടോ. പക്ഷെ പവിക്കുട്ടനെ കയറ്റാനായിട്ട് പറ്റൂല. അയ്യോ പോട്ടടാ പോട്ട് വളർന്നിട്ട് കയറാം. എന്നെ അതിൽ കയറ്റി എന്നെ അതിൽ അവളെ ഇതിലും കയറ്റി കയറ്റാലേ നടക്കുള്ളൂ. കൊച്ചായതുകൊണ്ട് അവര് ആരോട് ഇലവെടുത്ത് ചാടിക്കളഞ്ഞ എന്തി എന്തായാലും അവളത് കൊള്ളാം, പൊളിച്ചിട്ടുണ്ട്. അയ്യോ പാവം ഒറ്റയ്ക്കൊരു ഒറ്റയ്ക്കിരുന്ന് ഓട്ടിക്കണം കേട്ടോ എന്റെ കൊച്ചി. കാറുകളിൽ പലതരം കാറുകളിൽ പവിക്കുട്ടൻ ഇങ്ങനെ ഓട്ടിച്ചുകൊണ്ടിരിക്കും. അയ്യോ അവളെ ഒറ്റയ്ക്കിരുന്ന് ഓട്ടിക്കണ കേട്ടാ. അവളെ മൈൻഡ് ചെയ്യണമെന്നില്ലെങ്കിൽ ഓ ഇനി അല്ലെങ്കിൽ അത് അവിടെ ഇരുന്നാണെങ്കിൽ കരയും. അതങ്ങനെ സ്കൂളൊക്കെ ഉള്ളോണ്ടായിരിക്കും അല്ലേ പിള്ളേരൊക്കെ കുറവ്. നമ്മളന്ന് പക്ഷെ ആ അതാണ് സ്കൂളൊക്കെ ഉള്ളോണ്ടാണെങ്കിൽ ശരിക്കും പിള്ളേരൊക്കെ ഉണ്ടാകും. ചേട്ടന് പിന്നെ ഞായറാഴ്ചക്ക് ഓട്ടോ ഉള്ളതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ദിവസമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളതായിട്ട്. അതാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ഇറങ്ങിയത്. എന്തായാലും കൊള്ളാം. നമ്മൾ രണ്ടുപേരും കൂടെ ഒരു യുദ്ധം. അത് അങ്ങോട്ടാണുള്ളത് കേട്ടോ. അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ആ മറ്റത്തോട്ട് കണ്ടാ ഗൈസ്, നമുക്കൊരു യുദ്ധമുണ്ട്. ഇവിടെ ഹാമർ അടിക്കണം. ഹാമറ ഹൈ സ്കോർ അടിക്കാൻ നോക്കും. നമ്മള് ഹൈ സ്കോർ അടിച്ചാ ജിമ്മൊന്നും അല്ല. ഇന്ന് ഹൈ സ്കോർ അടിച്ചാ നിങ്ങൾ പറഞ്ഞ എന്ത് സാധനം വാങ്ങിക്കും. നമ്മള് ജിമ്മൊന്നും അല്ല, എന്നാലും മാക്സിമം നമ്മളെ പവറിൽ അടിക്കും. അപ്പൊ അതാണ് ഭയങ്കര ആഗ്രഹം ഇവിടെ വന്നിട്ട്. ആഗ്രഹമല്ല, രസം. പക്ഷെ എനിക്ക് മറ്റേത് അത് കളിക്കണം കേട്ടോ. എത്തി എന്റെ ഭർത്താവിന്റെ ആഗ്രഹം നമ്മളിപ്പോ സൗകര്യക്കാൻ പോവുകയാണ്. ട്രൈ ചെയ്ത് നോക്കും. നമ്മളെ ഹാമർ എത്തി. ഈ ഹാമറിൽ അടിച്ച് ഇപ്പൊ 891 ഇതില് 893 അല്ലെങ്കിൽ 891 ഹൈ സ്കോർ കേട്ടോ. അപ്പൊ അതിനെക്കാട്ടി ആൾക്ക് അടിക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ചാലഞ്ച് 887 ആണ് കിടക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ആൾ എത്ര അടിച്ചു എന്നാണ്. അടുത്തൊക്കെ പോയിട്ട് അടിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. 900 അടിച്ച് കയറ്റിയിട്ടുണ്ട്. എവിടെയാണ് അറിഞ്ഞത് നീ? ഓ പറവറി Nobody's perfect, but practice makes perfect. ഇല്ല, അത് കഴിഞ്ഞല്ലേ. ബലൂണ് പെരുക്കിട്ട് കളിക്കാം. ആഴൊക്കെ അടിച്ചൊക്കെ പൊട്ടിച്ചിരിക്കുന്ന കേട്ടോ. അയ്യോ വൻ പരാജയമായിരിക്കും. ഞാൻ ഒരു ബലൂണ് പൊട്ടിച്ച് ഈ ഒരു മഞ്ച് കൈക്കിലാക്കി ഇരിക്കുന്ന ചാടില്ല ഗൈസ്, തവള വെളിയിൽ പോയി ഗൈസ്. പരാജയമായി ഗൈസ്. 2 എനിക്ക് വെച്ചേണേ. വൻ പരാജയമാണല്ലേ. 2 എനിക്ക്. അയ്യോ തോറ്റു. നീ 6 അറിഞ്ഞു, ഞാൻ 2. അയ്യോ പോട്ട് പരാജയമായി പോയി.
അവളതാ കഴുത്തൊക്കെ തിരിച്ചു കൊള്ളുന്നു. അടുത്ത സഹിക്കുന്നില്ല. അവൻ എന്തൊക്കെ കളിക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. Exemplary with silence. ഇല്ല പിടിച്ചില്ല ഇല്ല. അതിന്റെ ഒരു ചിന്ന ആശ്വാസത്തിനായിട്ട് നമ്മളതാ ബൈക്കിലൊക്കെ കയറ്റിയിരുത്തിയത്. ആ 900 അടിച്ചത് കൊണ്ട് ചില ആളുകൾ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അവർക്ക് 900 വന്നു കേട്ടോ. അത് ഇതുവരെ ആരും അടിച്ചില്ല കേട്ടോ. അത്ര കോൺഫിഡന്റ് ആണ് ഇയാള്. അവിടെ ആരടിക്കുന്നു, എന്തിനു ചെയ്യണം നോക്കി ഒരു വിധത്തിൽ സമ്മതിക്കില്ല. ഇനിയും കളിക്കുന്നു. ഇതാണ് കൊള്ളാം കേട്ടാ. നമ്മളൊക്കെ കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ കേട്ടോ. പറമ്പുന്ന അല്ല ദൂരെ പോകുന്നില്ല വല്ല വല്ല ഇത് വാങ്ങിച്ചു തരും അത്ര. അയ്യോ എന്തായാലും കൊള്ളാം. സുന്ദരക്ക് സാധനങ്ങളല്ലേ സത്യം കേട്ടോ. നമ്മളൊക്കെ കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തൊക്കെ ടൈപ്പ് കളിപ്പാട്ടങ്ങളാണ് ഓരോ വന്നിട്ട് കാണിച്ചു. എന്തൊരു ഈ വണ്ടി പിന്നെ വേറൊരു കാര്യം കാണിച്ചേട്ടാ. സിൻഡ്രല്ലയുടെ വണ്ടി നമ്മളൊക്കെ സത്യം പറഞ്ഞ ഇത് ബുക്സിലാണ് ഞാനൊക്കെ ആദ്യം ഇത് വായിച്ചിട്ടുള്ളത്. പക്ഷെ ഇറ്റ്സ് ഓസം കേട്ടോ. വേറെ ലെവലാണ്. സൂപ്പറായിരുന്നു. ഇവിടെ കറങ്ങി തരുന്നില്ല. ഓ ഇവിടെ ഒരുത്തന്നെ കറങ്ങിക്കോളാൻ ഇതൊന്ന് കളിപ്പിച്ചാലോ. അന്ന് കൊച്ചിനെ പറ്റിച്ചു. എന്തായാലും പൊളിയാണ്. അതുകൂടെ പിന്നെ അതിലിരിക്കും ഒരു സമാധാനത്തിന് വേണ്ടി, അവന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി പിന്നെ ചാട്ടായിരിക്കും. എനിക്കെന്തോ വിഷം തുടങ്ങി കേട്ടോ. വരുമ്പോ ഒരു വിഷം കൂടുതലാണ്. എന്തായാലും വിഷം തുടങ്ങി. ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കണം. എന്തായാലും ബെറ്റില് ചേട്ടൻ ജയിച്ചു കഴിഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ബോക്സ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. ചേട്ടൻ തന്നെ വാങ്ങിയത് എന്റെ കൂട്ടത്തിൽ ഞാൻ പറ്റുമെന്ന് അത്. അപ്പൊ നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് പോവാം. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലെത്തി കേട്ടോ. എന്ത് കഴിക്കണമെന്ന് ഡൗട്ടായിരുന്നു. പിന്നെ ബ്രോസ്റ്റ് ഒക്കെ മാറ്റിയിട്ട് ലാസ്റ്റ് ഒരു ബിരിയാണി ഓർഡർ ചെയ്യാന്ന് കരുതി. ലിച്ചുകുട്ടിക്ക് നല്ലൊരു സ്ട്രോബെറി മൊജിറ്റോ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. തണുപ്പില്ലാതെയാണ് കൊടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ നോർത്ത് എക്സ്പ്രസിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. ഞാനും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ഭയങ്കര പുളിപ്പുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം. പുളിപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. പിന്നെതാ ചേട്ടനൊരു മട്ടൺ കബാബും അതുപോലെ തന്നെ എനിക്കൊരു ചിക്കൻ ടിക്ക കബാബും ഞങ്ങൾ ഓർഡർ ചെയ്തു. ടേസ്റ്റ് ഒക്കെ ചെയ്തു കേട്ടോ ഗൈസ്. കൊള്ളാമായിരുന്നു. ബ്രോസ്റ്റ് നോക്കി പോയി അവസാനം ഞങ്ങൾ ഇതിലങ്ങ് കയറി പിടിച്ചു. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞങ്ങളൊരു ലൈം ജ്യൂസ് എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തു. ചേട്ടൻ വേറൊരു ടൈപ്പ് മൊജിറ്റോ ഓർഡർ ചെയ്തു. എല്ലാം കൂടെ കുടിച്ച് വയറുകളൊക്കെ ഉണ്ടായി എന്ന് ഞാനും കരുതി. ചേട്ടൻ എന്നെ മൊജിറ്റോ കൊതിപ്പിച്ചിരുന്നു. എന്നാലും ഞാനത് മൈൻഡ് ചെയ്തില്ല. പിന്നെ അങ്ങോട്ട് ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് നോക്കി കേട്ടോ. പവിക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു. ആ സമയത്ത് ഞാനങ്ങ് ടേസ്റ്റ് ചെയ്തു. കൊള്ളായിരുന്നു കേട്ടോ. ഫുഡ് കൊള്ളായിരുന്നു. പക്ഷേ കൈ വെച്ച് കഴിക്കണതിന്റെ സുഖം നമുക്ക് ഈ സ്പൂൺ കൊണ്ട് പറ്റില്ലല്ലോ. സ്പൂണൊക്കെ നമുക്കൊരധികം പറ്റില്ല ഗൈസ്. അപ്പൊ ബാക്കി ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്.
ലിഫ്റ്റിൽ ആരും ഇല്ലായിരുന്നോണ്ട് ഞങ്ങൾ പട്ടി ഷോ ഒക്കെ കാണിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് ഇറങ്ങി. പിന്നെ ലിച്ചുകുട്ടിയുടെ കയ്യിരിക്കുന്ന ഈ ചോക്ലേറ്റ് ഷേക്ക് ഉണ്ടല്ലോ, അവളെനിക്ക് തരൂല എന്ന് പറഞ്ഞു. അവൾ അച്ചാമ്മയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച് ചിറയും കീഴേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. കൊച്ചിനെറിയാൻ കൈസ് അവളെയും കെട്ടി കൊതിച്ചാണെന്ന്. ലിച്ചുകുട്ടി കൊണ്ടുവന്ന ചോക്ലേറ്റ് ജസ്റ്റ് മിസ്. ഇപ്പൊ എല്ലാം കൂടെ പറയാൻ പോയനല്ലേ ലിച്ചുകുട്ടി. ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഗൈസ്. അപ്പൊ ഇനി ഞങ്ങൾ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു പുതിയ വീഡിയോ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.